खलीफा के हम हैं खलीफा हमारा, वो दिल है हमारा आका हमारा, हमारा हमारा खलीफा हमारा, वो दिल है हमारा आका हमारा, वो दिल है हमारा आका हमारा। അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ദിസ് വീക്ക് വിത്ത് ഹുസൂർ പരിപാടിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ജൽസ സലാന UK-യുടെ 3 ദിവസത്തെ മനോഹരമായ കാഴ്ചകൾ നാം കാണുകയുണ്ടായി. ജൽസയുടെ സമാപനത്തിന് ശേഷം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അയദുല്ലാഹു താല ഒട്ടേറെ പരിപാടികളാൽ വളരെ തിരക്കിലായിരുന്നു. ഈ ആഴ്ചയിലെ ഈ പ്രത്യേക എപ്പിസോഡിൽ പ്രിയങ്കരനായ ഹുസൂർ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അയദുല്ലാഹുവിൻ്റെ കഴിഞ്ഞ ആഴ്ചയിലെ പരിപാടികളുടെ പ്രസക്ത ഭാഗങ്ങൾ MTA ഇൻ്റർനാഷണലിലൂടെ അഭിമാന പുരസ്സരം ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ജൽസയുടെ 3 ദിവസം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അയദുല്ല നിർവഹിച്ച 5 പ്രഭാഷണങ്ങൾ കൂടാതെ ജൽസ സലാനയ്ക്കിടയിലും അതിനുശേഷവും ഹസ്രത്ത് അമീറുൽ മുഅ്മിനീൻ അഹ്മദി മുസ്ലിം സഹോദരങ്ങളുമായും ജൽസയ്ക്കായി എത്തിയ അതിഥികളുമായും വിവിധ രാഷ്ട്രങ്ങളുടെയും സമൂഹങ്ങളുടെയും പ്രതിനിധികളുമായും കൂടിക്കാഴ്ചകൾ നടത്തി. एक दिन रूबरू हम मिलेंगे उसे, चश्मे नम बावुजू हम मिलेंगे उसे, एक दिन रूबरू हम मिलेंगे उसे, चश्मे नम बावुजू हम मिलेंगे उसे. ശനിയാഴ്ച നിരവധി പ്രതിനിധി സംഘങ്ങൾക്ക് ഹദീഖത്തുൽ മഹദിയിൽ ഹസ്രത്ത് അമീറുൽ മുഅ്മിനീനെ കാണാനുള്ള അവസരം ലഭിച്ചു. അവരിൽ കാനഡയിലെ വോൺ നഗരത്തിൻ്റെ മേയറുമുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, അവിടെ വോൺ നഗരത്തിൽ ഞങ്ങളുടെ ഇടയിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഉൾപ്പെടെ ഒരു വലിയ മുസ്ലിം സമൂഹമുണ്ട്. വോൺ നഗരത്തിൽ ഒരു വലിയ ജൂതമത സമൂഹവും ഉണ്ട്. ഇത് ഞങ്ങൾ ഒരു ഭാഗ്യമായി കണക്കാക്കുന്നു. ഈ 2 സമുദായങ്ങൾക്കിടയിലുള്ള പിരിമുറുക്കവും ഒരരക്ഷിതാവസ്ഥയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നഗരത്തിൽ മാത്രമല്ല പലയിടങ്ങളിലും ഇങ്ങനെയുണ്ട്. ഒരു മേയർ എന്ന നിലയിൽ ഇത് എൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നായി ഞാൻ കരുതുന്നു. ഹുസൂർ പറഞ്ഞു, സൗഹൃദപരമായ രീതിയിൽ ഒരുമിച്ച് ജീവിക്കുക എന്ന ആശയത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് പരിഹാരം. നിങ്ങളൊരു ജൂതനോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആകട്ടെ, അല്ലെങ്കിൽ നിരീശ്വരവാദിയോ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട മുസ്ലിമോ ആകട്ടെ, എന്തു തന്നെയാണെങ്കിലും ഇതിൽ ഇസ്ലാമിക അധ്യാപനം എന്തെന്നാൽ നിങ്ങൾ സൗഹാർദ്ദപരമായി ഒരുമിച്ച് ജീവിക്കണമെന്നതാണ്. അതിനാൽ നിങ്ങൾ നിയമം അനുസരിക്കുന്ന, അത് പാലിക്കുന്ന വ്യക്തിയായിരിക്കണം. അതാണ് നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്. ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ എന്തുകൊണ്ടാണ് ഈ വിള്ളലും സംഘർഷവും ഉണ്ടാകുന്നത്? അങ്ങനെ സംഭവിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണിത്. പിന്നീട് US കോൺഗ്രസിലെ ഒരു അംഗത്തിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഹസ്രത്ത് അമീറുൽ മുഅ്മിനീനുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചു. അവർ പറഞ്ഞു, ഇന്ന് രാവിലെ സ്ത്രീകൾക്കായി താങ്കൾ നടത്തിയ പ്രസംഗം കേൾക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യമായി തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയം തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന കത്തുകളിൽ നിന്നാണോ? ഹുസൂർ പറയുന്നു, എനിക്ക് അഹമ്മദികളിൽ നിന്ന് ലഭിക്കുന്ന കത്തുകൾ മൂലവും അതുപോലെ പിന്നെ ഇന്ന് ഇസ്ലാമിൻ്റെ എതിരാളികൾ, അസ്വിയാലുക്കളും എതിരാളികളും പത്രങ്ങളിലും മാധ്യമങ്ങളിലൂടെയും ഉന്നയിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും, അങ്ങനെ അതിൽ നിന്നുമെല്ലാം അതുകൊണ്ടാണ് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചത്. നമ്മുടെ ആളുകളെ, നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ പെൺകുട്ടികളെ അവർ അഹമ്മദിയോ മുസ്ലിമോ ആകുന്നതിൽ ലജ്ജിക്കരുതെന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണിത്. എനിക്കൊരു പക്ഷേ താങ്കൾ ഞങ്ങളോട്, അതായത് പുരുഷന്മാരോടാണ് ഈ പ്രസംഗത്തിലൂടെ സംവദിക്കുന്നതെന്നാണ് മനസ്സിലായത്. അതെ, ഞാനൊരു തരം ഇരുതല മൂർച്ചയുള്ള വാൾ പ്രയോഗമാണ് ഇവിടെ പ്രയോഗിച്ചത്. ഇനി എൻ്റെ മറ്റൊരു ചോദ്യം ഇതാണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് എങ്ങനെ മികച്ച ഇണയും അമ്മയും ആകാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചു. നിങ്ങളുടെ സമൂഹത്തിലും, അതായത് അഹമ്മദി സമൂഹത്തിലും ചിലർ കുട്ടികളില്ലാത്ത ആളുകളുണ്ടാവുമല്ലോ. നമുക്കിപ്പോഴും എപ്പോഴും വിചാരങ്ങളും വികാരങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ കുട്ടികളോട് ദയവും സ്നേഹവും കാണിക്കാൻ കഴിയും, ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാം. അതുപോലെ അനാഥർക്ക് വേണ്ടിയോ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയോ പ്രവർത്തിക്കണം. കുട്ടികളില്ലാത്ത അഹമ്മദി സ്ത്രീകൾ ധാരാളമുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മുടെ ചില അനാഥാലയങ്ങളുടെ നടത്തിപ്പിൽ അവർ വളരെയേറെ സഹായിക്കാറുണ്ട്. ഈ രീതിയിൽ അവർക്ക് സഹായിക്കാനാകും.
ഇനി ഞങ്ങളുടെ വിശ്വാസ പാരമ്പര്യമനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ചോദിക്കുകയാണ്, നിങ്ങളുടെ രാത്രികളെ നിദ്രവിഹീനമാക്കുന്നത് എന്താണ്? ഏറ്റവും വലിയത് ലോകത്തിൻ്റെ സമാധാനം, മനുഷ്യരുടെ അവകാശങ്ങൾ, ദരിദ്രരുടെ അവകാശങ്ങൾ എന്നിവയാണ്. ലോകത്ത് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിനകം അറിയാമല്ലോ. തൻ്റെ നെഞ്ചകങ്ങളിൽ കഠിനഹൃദയനല്ലാത്ത ഏതൊരു വ്യക്തിക്കും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഈ ആളുകളോട് എങ്ങനെ ഇടപെടണം എന്നറിയാൻ സാധിക്കും. നിരപരാധികളായ അനാഥർ, അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടവർ, പട്ടിണി കിടന്ന് മരിക്കുന്നവർ, കുട്ടികളുടെ അവകാശങ്ങൾ ക്രൂരരായ ആളുകൾ കവർന്നെടുക്കുന്നു, അവരിൽ നിന്നും തട്ടിയെടുക്കുന്നു. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാം. ഈ വർഷത്തെ ജൽസ സലാന UK ഞായറാഴ്ച വൈകുന്നേരം സമാപിക്കുകയുണ്ടായി. എന്നാൽ ഹസ്രത്ത് അമീറുൽ മുഅ്മിനീൻ്റെ ജോലികൾ ഒരിക്കലും തന്നെ സമാപിക്കുകയില്ല. ജൽസയുടെ നടപടിക്രമങ്ങൾ അവസാനിച്ച ഉടൻ തന്നെ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അയദുള്ള നിരവധി പ്രതിനിധികൾക്ക് ഔപചാരികമായ കൂടിക്കാഴ്ചകൾക്ക് അനുവാദം നൽകി. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ കുടുംബത്തിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ എൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ മുസ്ലിം ആയത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഇല്ല, അവർക്ക് അത് കഴിയുന്നില്ല. മതം എന്നത് ഒരു പ്രശ്നമല്ലെന്ന് അവരോട് പറയുക. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചാലും ക്രിസ്തു മതം സ്വീകരിച്ചാലും മതം ഏതു തന്നെ ആയാലും, നിങ്ങളുടെ ഒരു ബന്ധുവായാലും മാതാപിതാക്കളായാലും സഹോദരിയായാലും അല്ലെങ്കിൽ വേറെ മറ്റാരും ആയിക്കൊള്ളട്ടെ, എൻ്റെ ഹൃദയം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു എന്ന് പറയുക. ഞാൻ നിങ്ങളെ എപ്പോഴും സ്വാഗതം ചെയ്യുമെന്ന് പറയുക. വളരെ നന്ദി. എൻ്റെ കഴിവനുസരിച്ച് ഞാൻ നിങ്ങളെ സേവിക്കാൻ ശ്രമിക്കുമെന്ന് അവരോട് പറയുക. നിങ്ങളുടെ സേവനങ്ങൾ അവർക്ക് നൽകുക. നിങ്ങൾ അവരോട് വളരെ വർദ്ധിച്ച സ്നേഹം കൊണ്ട് പെരുമാറുക. അതെ, അവരെ നല്ലവണ്ണം പരിപാലിക്കുക. നൈജീരിയയിൽ നിന്നുള്ള പ്രതിനിധി സംഘവുമായുള്ള മുലാഖാത്തിൻ്റെ സമയത്ത് ജൽസയ്ക്കായി യാത്ര ചെയ്തു വന്ന ഒരു ഗോത്ര തലവനുമായും ഹസ്രത്ത് അമീറുൽ മുഅ്മിനീൻ സംസാരിച്ചു. താങ്കളുടെ പ്രദേശത്ത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അൽഹംദുലില്ലാ. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന, ദുആ വളരെ അധികം ആവശ്യമുണ്ട്. നൈജീരിയയിൽ ഒരുപാട് അരക്ഷിതാവസ്ഥകളുണ്ട്. സമാധാനം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. നിങ്ങൾ സ്വയം കഠിനാധ്വാനം ചെയ്യുമ്പോൾ മാത്രമേ പ്രാർത്ഥനകൾ പ്രവർത്തിക്കൂ. നിങ്ങൾ നിങ്ങളുടെ ആളുകളെ സത്യസന്ധരാക്കുകയും എന്നിട്ട് അവരെ ശരിയായി സേവിക്കുകയും ചെയ്യുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും സമാധാനം സ്ഥാപിതമാകുന്നതാണ്. ജൽസയുടെ പിറ്റേന്നും, അതായത് തിങ്കളാഴ്ചയും, അന്താരാഷ്ട്ര പ്രതിനിധികൾക്ക് ഹസ്രത്ത് അമീറുൽ മുഅ്മിനീനെ കാണാനുള്ള അനുഗ്രഹമുണ്ടായി. എൻ്റെ പേര് പാബ്ലോ ഗലേറോ എന്നാണ്. ഞാൻ അർജൻറ്റീനയിൽ നിന്നുള്ളയാളാണ്. ഞാനൊരു പത്രപ്രവർത്തകനാണ്. അതെ, നിങ്ങളൊരു പത്രപ്രവർത്തകനാണോ? ഹുസൂർ, അദ്ദേഹം പറയുന്നു, അവർക്ക് ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വ്യക്തിപരമായ തലത്തിൽ വളരെ സന്തോഷമുണ്ട്. അത് അദ്ദേഹത്തിന് വളരെ ആത്മീയമായ അനുഭവമായിരുന്നു. അദ്ദേഹം പ്രിയപ്പെട്ട ഹുസൂറിനോട് നമ്മുടെ ജമാഅത്തിനോടും കൃതജ്ഞത അറിയിക്കുകയാണ്. മുസ്ലിങ്ങളുടെ പ്രവൃത്തികളെയും പരസ്യമായി വിമർശിച്ച താങ്കളുടെ പ്രഭാഷണം അദ്ദേഹത്തിൽ വളരെയധികം മതിപ്പുളവാക്കി. ഞാൻ സത്യം മാത്രമാണ് പറഞ്ഞത്. അവിടെ ഞാൻ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിച്ചു. നോക്കൂ, ഇത് പൊതു മുസ്ലിങ്ങളുടെ ഒരു രീതിയാണ്. അവർ യഥാർത്ഥ ഇസ്ലാമോ ഇസ്ലാമിക അധ്യാപനങ്ങളെയോ പിന്തുടരുന്നില്ല. എനിക്ക് അവർക്ക് മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. എനിക്ക് അവരെ ഉപദേശിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മെ സ്വയം പരിഷ്കരിക്കാൻ സഹായിക്കും. ആദ്യം സ്വയം പരിഷ്കരിക്കുക, തുടർന്ന് നിങ്ങളുടെ സന്ദേശം അറിയിക്കുക. കാരണം ഖുർആൻ പറയുന്നു, നിങ്ങൾ സ്വയം ചെയ്യാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയരുത്. മറ്റൊരു പ്രതിനിധി സംഘത്തിൽ മൗറീഷ്യസിൽ നിന്നുള്ള ലജ്നാംഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഈ യോഗത്തിൽ ഒരു അംഗം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹിനോട് വിവാഹങ്ങളെയും പൊരുത്തക്കേടുകളെയും കുറിച്ച് ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അനുയോജ്യതയുടെ അർത്ഥം എന്താണെന്ന് പഠിപ്പിക്കുക. അതായത് അഹ്മദിയ ജമാഅത്ത് പറയുന്ന യോജിപ്പിൻ്റെ നിർവചനം അവരെ പഠിപ്പിക്കുക. നിങ്ങളുടെ മതപരമായ കാര്യങ്ങളിലും മതപരമായ അറിവിലും നിങ്ങൾ എത്രത്തോളം ശക്തരും ഉറച്ചവരുമാണ് എന്നതായിരിക്കണം അനുയോജ്യം എന്നതിൻ്റെ അർത്ഥം. ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ പരിശീലിപ്പിച്ചാൽ അപ്പോൾ അവർ ഒരിക്കലും തന്നെ യോജിപ്പിൻ്റെ ചോദ്യം ഉന്നയിക്കില്ല. ഏറ്റവും പ്രധാനം മതമായിരിക്കും. ശരിയല്ലേ? ജസാക്കുമുള്ള പ്രിയപ്പെട്ട ഹുസൂർ. എൻ്റെ
സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികളുണ്ട്. അവർ മറ്റു പെൺകുട്ടികളെ പോലെ തന്നെയാണ്. അവരെ ഞാൻ തബ്ലീഗ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതിനായി ഹുസൂറിന് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാതൃക കാണിക്കുക. നിങ്ങൾ അവരുടെ മുന്നിൽ നിങ്ങളുടെ നല്ല മാതൃക കാഴ്ചവെച്ചാൽ അപ്പോൾ അവർ ആകർഷിക്കപ്പെടും. അവർ നിങ്ങളെ ശ്രദ്ധിക്കും. അവർ നിങ്ങളുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കും. ശരിയല്ലേ? നിങ്ങളുടെ തബ്ലീഗ് മേഖല വികസിപ്പിക്കാനുള്ള വഴി ഇതാണ്. മാതൃകാപരമായ ഒരു നല്ല അഹമ്മദി മുസ്ലിം പെൺകുട്ടിയാവാൻ ശ്രമിക്കുക. അതാണ് തബ്ലീഗ്. ഇങ്ങനെയെങ്കിൽ ഈസാ നബി മരിച്ചുപോയിരിക്കുന്നു എന്നോ ഈസാ നബി വീണ്ടും വരില്ല എന്നോ ദൈവം ഒന്നാണെന്നോ ദൈവമുണ്ട്, ഇസ്ലാം യഥാർത്ഥ മതമാണെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സ്ഥാപിക്കേണ്ടി വരില്ല. അതിനാൽ നിങ്ങൾ ശരിയായി തബ്ലീഗ് ചെയ്താൽ നിങ്ങൾക്ക് അവരെ അഹമ്മദിയ ജമാഅത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. Okay then, Allah Hafiz. Assalamu alaikum. മൗറീഷ്യസിൽ നിന്നും എത്തിച്ചേർന്ന ഖുദ്ദാം അൻസാർ അംഗങ്ങളെയും ഹുസൂർ നേരിൽ കണ്ട് സംസാരിച്ചു. അസ്സലാമു അലൈക്കും ഹുസൂർ. എൻ്റെ കൂടെ എൻ്റെ ഉപ്പയും കസിൻ സഹോദരനും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉപ്പ എവിടെയാണ്? ഇതാ ഇവിടെയുണ്ട്. ഇതാദ്യമായാണ് ഞങ്ങൾ ലണ്ടനിലേക്ക് വരുന്നത്. നിങ്ങളുടെ പിതാവിന് നിങ്ങളെക്കാൾ പ്രായം കുറവുള്ളതായി തോന്നുന്നു. ഹുസൂർ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ശരി ശരി, മാഷാ അല്ലാഹ്. अच्छा माशाल्लाह. एक दिन रूबरू हम मिलेंगे उसे चश्मे नम बावुजू हम मिलेंगे उसे चश्मे नम बावुजू हम मिलेंगे उसे. USA-യിൽ നിന്നുള്ള അഹമ്മദി മുസ്ലിം സഹോദരന്മാർക്കും ഹുസൂറുമായി ഒരു മുലാഖാത്ത് അവസരം ലഭിക്കുകയുണ്ടായി. ഹുസൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാലൈക്കും അസ്സലാം. എൻ്റെ പേര് അജീർ എന്നാണ്. ഞാൻ ഫിലാഡൽഫിയയിൽ നിന്നുമാണ് വരുന്നത്. ശരി. ഞാൻ ജന്മന ഒരു അഹമ്മദി ആയിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ജന്മന അഹമ്മദി ആയിരുന്നില്ല അല്ലേ? ഇല്ല ഹുസൂർ, ആയിരുന്നില്ല. എൻ്റെ കുടുംബത്തിലെ ഏക അഹമ്മദിയാണ് ഞാൻ. ഇതൊരു തരത്തിൽ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. രണ്ട് വ്യത്യസ്ത ജീവിതം ജീവിക്കുക എന്നത് ക്ലേശകരമാണ്. എൻ്റെ വിശ്വാസം നിലനിർത്താൻ ശ്രമിക്കുന്നതും ഖിലാഫത്തിനോടുള്ള ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നതും എല്ലാം ബുദ്ധിമുട്ടാണ്. സർവ്വശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അവൻ നിങ്ങളെ സ്ഥിരചിത്തതയോടെ നിലനിർത്തട്ടെ. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ദിവസവും 5 നേരം നമസ്കരിക്കുക. തുടർന്ന് ദുആകൾ ചെയ്തുകൊണ്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കുക. സർവശക്തനായ അള്ളാഹു നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളെ സ്ഥിരപ്പെടുത്തട്ടെ. ഇങ്ങനെ നിങ്ങൾ സ്വയം നടത്തുക. സർവശക്തനായ അള്ളാഹുവിൻ്റെ സഹായം തേടുക. ശരിയല്ലേ? അതെ ഹുസൂർ. എൻ്റെ ചോദ്യം ഹുസൂറിന് ഈ തിരക്കേറിയ ജീവിതത്തിൽ എങ്ങനെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സാധിക്കുന്നു എന്നതാണ്. നാം കാര്യങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അത് നിലനിർത്തുകയും ചെയ്യും അല്ലേ? ഇതൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണല്ലോ. ഹുസൂർ, അസ്സലാമു അലൈക്കും. ഞാൻ 1.5 വർഷം മുമ്പ് അഹമ്മദിയത്തിലേക്ക് ബയ്യത്ത് ചെയ്തു വന്നതാണ്. ജാമിയയിൽ പോയി മുറബിയാകുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. അതിന് എങ്ങനെ തയ്യാറെടുക്കാം എന്നതിനെക്കുറിച്ച് ഹുസൂറിൻ്റെ ഉപദേശം തേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജസാക്കുമുള്ള. നിങ്ങളുടെ മത പശ്ചാത്തലം എന്തായിരുന്നു? ഞാനൊരു കാത്തോലിക് പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. കത്തോലിക്കാരനായിരുന്നല്ലേ? അതെ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നോ? അതെ, അവർക്ക് ഇക്കാര്യം സ്വീകാര്യമായിരുന്നു. അവർ അടിയുറച്ച മതവിശ്വാസികളായിരുന്നില്ല. അതിനാൽ അവർക്ക് എന്നെ സ്വീകരിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അവർ തുറന്ന മനസ്സുള്ളവരാണ്. ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. ഈ വിശ്വാസത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു കത്തോലിക്കരെ എൻ്റെ ജീവിതത്തെ വളരെയധികം മാറ്റിമറിച്ച ഈ ജമാഅത്തിലേക്ക് ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ പഠിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ പ്രബോധനം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ട ഹുസൂർ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അസീം എന്നാണ്. ഞാൻ ഇവിടെ വീണ്ടും വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. 2 വർഷം മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. ഇത് 2ാം തവണയാണ് വരുന്നത്. ഹുസൂറിന് എന്നെ ഓർമ്മയുണ്ടോ? Sorry. Do you remember me? No, sorry, I don't remember. ഇല്ല, ക്ഷമിക്കണം, എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ പേര് ആസിം എന്നാണ്. ഈ വേളയിൽ ആ കുട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുന്നതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഒരിക്കൽ ഈ ചോദ്യം വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കപ്പെട്ടിരുന്നു. അതായത് നമുക്കെങ്ങനെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാൻ കഴിയുമെന്നതിനെപ്പറ്റി. വാഗ്ദത്ത മസീഹിൻ്റെ ഉത്തരം ഇപ്രകാരമായിരുന്നു. അതായത് വിശുദ്ധ ഖുർആനിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാമെന്ന് എവിടെയും പറയപ്പെട്ടിട്ടില്ല. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, നബി പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ വിശുദ്ധ ഖുർആനിലുള്ള എല്ലാ വിധികളും കൽപ്പനകളും പാലിക്കുക എന്നതാണ് ഒരേയൊരു കാര്യം. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളൊരു നല്ല മുസ്ലിം ആകാൻ ശ്രമിക്കുക, നല്ല പെരുമാറ്റമുള്ള മുസ്ലിം ആകുക, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പിന്തുടരുക എന്നതാണ്. നിങ്ങൾ നബി സിരിമേനിയെ കണ്ടിരുന്നോ? നബിയെ കാണാൻ എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല.
Huh? Okay. Jazakallah. So I'll come here. Jazakallah. This is for you, not for me. You can take it. Jazakallah. Assalamu alaikum. Alaykum salam. ഇന്ന് താങ്കളുടെ മഹനീയ സാന്നിധ്യത്തിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിച്ചത് ഒരു വലിയ ബഹുമതിയും അനുഗ്രഹമാണെന്ന് ഞാൻ ആദ്യമേ ഹുസൂറിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. വിർജിൻ ഐലൻഡിലെ ഏക അഹമ്മദി പ്രതിനിധിയാണ് ഞാൻ. അതിനാൽ തന്നെ ഞാനൊരു വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ വാതിലൂടെ പുറത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇനി അള്ളാഹു തീരുമാനിക്കുകയാണെങ്കിൽ ഒരു ഇടിമിന്നൽ ഏൽക്കുകയാണെങ്കിൽ അത് തന്നെ ധാരാളം. പിന്നെ അവിടെ വേറെ ആരും തന്നെ ഇല്ല. ഇപ്പോൾ അവിടെ അഹമ്മദികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. തബ്ലീഗ് ചെയ്യുക, അതാണ് നിങ്ങൾക്ക് മുന്നിലെ വെല്ലുവിളി. അത് നിങ്ങളുടെ കടമയാണ്. താങ്കളുടെ ദ്വീപിൽ താങ്കളുടെ ഖബറടക്കത്തിനും ജനാസ നമസ്കരിപ്പിക്കുന്നതിനും കുറഞ്ഞത് 100 അഹമ്മദികളെങ്കിലും ഉണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് കുറച്ച് സമയം നൽകാൻ നിങ്ങൾ സർവശക്തനായ അള്ളാഹുവിനോട് കേണപേക്ഷിക്കുക. തീർച്ചയായും ഇത് ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഹുസൂറിനോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്. ഞാൻ 1 വർഷവും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മതം മാറിയത്. അതിനാൽ ഈ യാത്ര ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഞാൻ ആത്മീയമായോ വിദ്യാഭ്യാസപരമായോ ഇങ്ങനെ ചെയ്യാൻ സജ്ജനല്ല. അതായത് ഞാൻ തബ്ലീഗ് ചെയ്യാൻ സജ്ജനല്ല. പക്ഷേ എനിക്ക് സഹായിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്തിനാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്? ഞാനൊരു കത്തോലിക്കനായിരുന്നു. എനിക്ക് 66 വയസ്സുണ്ട്. എൻ്റെ ആത്മീയ യാത്ര ആരംഭിച്ചത് ഞാൻ മതം മാറുന്നതിന് ഏകദേശം 15 വർഷം മുമ്പാണ്. ഞാനിപ്പോൾ മതം മാറിയപ്പോൾ ഇത് തികച്ചും അവിശ്വസനീയമായ ഒരു കഥയാണ്. ഞാൻ യഥാർത്ഥത്തിൽ വാഷിങ്ടൺ DC മറ്റൊരു പള്ളി അന്വേഷിക്കുകയായിരുന്നു. ഞാൻ DC ഒരു പാരാമെഡിക്കൽ ഫയർ ഫൈറ്ററായിട്ട് വിരമിച്ചയാളാണ്. ഞാൻ അന്വേഷിച്ച ആ പള്ളി എനിക്ക് നന്നായി അറിയാം. പക്ഷേ എന്തോ കാരണത്താൽ അന്ന് എനിക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങനെ ഗൂഗിളിൽ തിരയാൻ തുടങ്ങി. ഞാൻ അതിൽ എൻ്റെ സ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള പള്ളി എന്ന് തിരഞ്ഞു. അങ്ങനെ അത് എന്നെ നേരിട്ട് അഹമ്മദിയ മസ്ജിദിലേക്ക് നയിച്ചു. അന്ന് മുതൽ ഞാൻ അവിടെ തന്നെയുണ്ട്. ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. ഞാൻ എൻ്റെ ഈ കഥ എൻ്റെ സഹോദരനോട് പറഞ്ഞിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അദ്ദേഹത്തോട് വിശദമായി പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, അതോ ഗൂഗിൾ നിങ്ങളെ അങ്ങോട്ട് അയച്ചതാണോ? ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഗൂഗിൾ വഴിയാണ് ദൈവം പ്രവർത്തിച്ചതെന്ന്. പക്ഷേ ഞാൻ അങ്ങനെ അവിടെ എത്തിയത് മുതൽ പിന്നീട് അന്ന് മുതൽ ഞാൻ അവിടെ തന്നെയുണ്ട്. എനിക്ക് സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രബുദ്ധവും ആത്മീയവുമായി എനിക്ക് ഉണർവേകുന്നതുമായ സംഭവങ്ങളിൽ ഒന്നാണിത്. അത് ഇനിയും കൂടുതൽ സംഭവിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ചും എൻ്റെ ദ്വീപിൽ. അവിടെയുള്ള ഏതെങ്കിലും മുബല്ലിഗുമാർ സന്ദർശനം നടത്താറുണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ മിഷണറി ഇൻചാർജുമായി ബന്ധപ്പെടണം. ശരി. അവിടെ കൂടുതൽ തബ്ലീഗ് പരിപാടികൾ നടത്താൻ, കൂടുതൽ ആളുകളെ അഹമ്മദിയത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ അദ്ദേഹം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. വളരെ നന്ദി. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മീറ്റിംഗിൻ്റെ അവസാനത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് തിരുമനസ് ഔദാര്യപൂർവ്വം വിദ്യാർത്ഥികൾക്ക് പേനകൾ സമ്മാനമായി വിതരണം ചെയ്തു. ഇനി ഇവിടെ ഈ ഭാഗത്ത് ഏതെങ്കിലും വിദ്യാർത്ഥിയുണ്ടോ? നിങ്ങൾ വിദ്യാർത്ഥിയല്ലല്ലോ. ഒരു മുസ്ലിം മരണം വരെ വിദ്യാർത്ഥിയാണ്. അതിനാൽ ആ ഗണത്തിൽ നിങ്ങൾ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ജസാക്കുമുല്ലാഹ് ഹുസൂർ. ചൊവ്വാഴ്ച ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹിനെ കാണാൻ ഭാഗ്യം ലഭിച്ച പ്രതിനിധികളിൽ ജൽസ സലാന UK റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകമായി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്തു വന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെട്ട ഒരു സംഘവും ഉണ്ടായിരുന്നു. ഹസ്രത്ത് അമീറുൽ മുഅ്മിനീൻ മാധ്യമപ്രവർത്തകരോട് ജൽസ പ്രക്ഷേപണം ചെയ്തതിൽ പിന്നെ ആഫ്രിക്കയിലെ അവരുടെ പ്രേക്ഷകരിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയാൻ സാധിച്ചിരുന്നു എന്ന് ചോദിച്ചു. സ്ത്രീകൾക്കുള്ള താങ്കളുടെ സന്ദേശത്തെപ്പറ്റി ഞാൻ നൽകിയ റിപ്പോർട്ടിനെപ്പറ്റി പ്രത്യേകിച്ചും നാട്ടിൽ നിന്നും മികച്ച അഭിപ്രായം ലഭിക്കുന്നുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ പരിപാടിയുടെ ഹൈലൈറ്റ് അതായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഫീഡ്ബാക്ക് വളരെ നല്ലതും പോസിറ്റീവുമായിരുന്നു. അവിടെ നമ്മുടെ അഹമ്മദി സ്ത്രീകളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നോ? അതെ, താങ്കൾ പ്രഭാഷണം നടത്തുമ്പോൾ ഞാൻ അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അവരുടെ കൂടെയായിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ സന്തുഷ്ടരായിരുന്നു. താങ്കൾ നൽകിയ ആ സന്ദേശം ഞങ്ങൾ ശരിക്കും അഭിനന്ദിക്കുന്നു. കാരണം പുരുഷന്മാർ അവർക്ക് സ്ത്രീകളോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാമെന്ന് വളരെ കാലമായി കരുതി വരുന്നു. എന്നാൽ നിങ്ങളുടെ സന്ദേശം, നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അവ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കുക തന്നെ വേണം. അതെ, ഞങ്ങൾക്കിടയിൽ തന്നെ ഞങ്ങൾ അതിന്മേൽ ഒരുപാട് ചർച്ചകൾ ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സന്ദേശം, അതായത് നിങ്ങൾ വിവാഹിതരാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു നൽകാം. വളരെ നന്ദി. മുൻപ് ഇവർ പറഞ്ഞതുപോലെ നമ്മളിൽ മിക്കവരും തന്നെയും ഞങ്ങൾ ആ സന്ദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. താങ്കളെപ്പോലുള്ള ഒരു മഹാനായ മനുഷ്യൻ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് താങ്കളോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒരുപക്ഷെ ആഗോളതലത്തിൽ പോലും ലിംഗ അസമത്വത്തിൻ്റെ പ്രശ്നം നമുക്കുണ്ട്. സ്ത്രീകളെ വ്യക്തികളായി പോലും കാണുന്നില്ല. ഞങ്ങൾ പുരുഷന്മാരെ പോലെയല്ല ഉള്ളത്. ഞങ്ങളെ പുരുഷന്മാർക്ക് സമരായി അവർ കാണുന്നില്ല. പുരുഷന്മാർ ഭാര്യമാരെ നല്ലപോലെ പരിപാലിക്കണമെന്ന് താങ്കൾ ഊന്നി പറയുന്നു. ഞങ്ങൾക്ക് അത് വളരെ നല്ലൊരു സന്ദേശമായിരുന്നു. എൻ്റെ വീട്ടിലെ സ്ത്രീകളുമായും തീർച്ചയായും ഞാനിത് പങ്കുവെക്കുന്നതാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങളുടെ മാധ്യമത്തിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ തയ്യാറാക്കാം. തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. എന്തെങ്കിലും പരിപാടികൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നന്ദി. പ്രധാനമായും എന്നെ ആകർഷിച്ചത് എൻ്റെ സഹപ്രവർത്തകരായ സ്ത്രീകൾ പറഞ്ഞവയ്ക്ക് പുറമെ ഒരു പക്ഷേ എനിക്കത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ജലസയിലുണ്ടായിരുന്ന ആളുകളുടെ ഏകോപനമാണ്. കാര്യങ്ങളെല്ലാം വളരെ സുഗമമായി നടന്നു. അതിനാൽ എനിക്ക് തോന്നുന്നത് നാം പരിപാടികൾ ഏകോപിപ്പിക്കുമ്പോൾ, നാം ഒന്നിക്കുമ്പോൾ, നാം ഐക്യപ്പെടുമ്പോൾ, ഒരുമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയ കാര്യവും നേടാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ ദാരിദ്ര്യവും അഴിമതിയും വിശപ്പും മുതൽ രോഗങ്ങളും യുദ്ധങ്ങളും വിവിധ തരത്തിലുള്ള സംഘർഷങ്ങളും ഉൾപ്പെടെ നമ്മൾ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നു. നമ്മൾ ഒരുമിച്ച് കൂടിയാൽ, പരസ്പരം സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മൾ ഒന്നിച്ചാൽ ഒരുപാട് ദൂരം നമുക്ക് പോകാൻ കഴിയും. അതായിരുന്നു എനിക്ക് മികച്ചതായി തോന്നിയത്. വളരെ നന്ദിയുണ്ട്. ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ ഈ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കും വഹിക്കണം. ബെലീസിൽ നിന്നും വന്ന നവ അഹമ്മദി മുസ്ലിങ്ങൾക്കും ഹുസൂറുമായി മുലാഖാത്ത് നടത്താനുള്ള അവസരം ലഭിച്ചു. ഞാൻ ബെലീസിൽ ഒരു പ്രാദേശിക മുബല്ലിഗ് ആവാനുള്ള പരിശീലനത്തിലാണ്. നിങ്ങൾ അവിടെ ഒരു പ്രാദേശിക മിഷണറി ആകാൻ പോവുകയാണോ? അതെ. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. വിശുദ്ധ ഖുർആൻ്റെ അർത്ഥം അറിയാൻ ശ്രമിക്കുക. ഹുസൂർ, ഇപ്പോൾ ഞാൻ വളരെ കോപത്തിലാണ്. കാരണം ഞാൻ സ്നേഹിക്കുന്ന ആളുകളാൽ തന്നെ ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു. താങ്കൾ സ്നേഹിച്ചിരുന്ന ആളുകൾ താങ്കളെ വഞ്ചിച്ചു അല്ലേ? ശാരീരികമായും എന്നെ ഉപദ്രവിച്ചു. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ മറ്റാരെക്കാളും അള്ളാഹുവിനെ സ്നേഹിക്കുക. നിങ്ങൾ അള്ളാഹുവിനെ ശരിയായി സ്നേഹിക്കുന്നുവെങ്കിൽ ആളുകൾ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങൾക്കൊരിക്കലും പ്രശ്നമാകില്ല. ശരി ഹുസൂർ. അപ്പോൾ അള്ളാഹു എപ്പോഴും നിങ്ങളുടെ സുഹൃത്തായിരിക്കും. അതിനാൽ ദിവസേനയുള്ള 5 നമസ്കാരം മുടങ്ങാതെ നിർവഹിക്കുക. സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹുവിൻ്റെ സഹായം തേടുക. പ്രിയപ്പെട്ട ഹുസൂർ, എനിക്ക് ഇസ്ലാമിനോട് ഒരുപാട് സ്നേഹമുണ്ട്. പഠിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ 5 മുതൽ 6 മാസം കൂടുമ്പോഴും ഞാൻ ഈ പഠനം ഉപേക്ഷിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു. എനിക്ക് എങ്ങനെ പ്രതിബദ്ധതയോടെ തുടരാൻ കഴിയും? നിങ്ങൾ സർവശക്തനായ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിങ്ങളുടെ സ്ഥിരതയ്ക്കായി ദുആ ചെയ്യുക. ഇശാക്ക് ശേഷം ദിവസവും 2 റക്അത്ത് നഫൽ നമസ്കരിക്കുക. സർവശക്തനായ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവൻ നിങ്ങളെ സ്ഥിരപ്പെടുത്തട്ടെ. നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നതിന് പകരം വെറുതെ ഇരിക്കുമ്പോഴെല്ലാം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക. എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്യുക. എൻ്റെ എല്ലാ പാപങ്ങൾക്കും ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു എന്ന്, അവനിലേക്ക് തിരിയുന്നു എന്നും പറയുക. സാഹിത്യവും വിശുദ്ധ ഖുർആനും വായിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ദൃഢനിശ്ചയമുള്ളവരും ശക്തരുമാക്കും. ഹുസൂർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ബെലീസ്, അഹമ്മദിയത്ത് എന്തിനാണ് ബെലീസിലേക്ക് പോയത്? ഇവിടെ നമ്മുടെ ആളുകൾ, ഹുസൂർ പറയുന്നു, നമ്മൾ ലോകത്തിലെ എല്ലായിടത്തും പോകണം. നമ്മൾ ബാക്കി എല്ലാ സ്ഥലവും ഉപേക്ഷിച്ച് പ്രത്യേകിച്ച് ബെലീസിലേക്ക് മാത്രം പോയതല്ല. വടക്കേ അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളെയും, തെക്കേ അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളെയും, ലാറ്റിൻ അമേരിക്ക, ഫ്രഞ്ച് അമേരിക്ക, ബ്രിട്ടീഷ് അമേരിക്ക എല്ലാം ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിനാൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. ഇത് വാഗ്ദത്ത മസീഹിന് വെളിപാടായി ലഭിച്ച കാര്യമാണ്. നാം നിന്റെ സന്ദേശത്തെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും എത്തിക്കും എന്ന് അള്ളാഹു അദ്ദേഹത്തിന് വെളിപ്പെടുത്തി നൽകി. അതിനാൽ ബെലീസും നമുക്ക് എത്തിച്ചേരേണ്ട കോണുകളിൽ ഒന്ന് മാത്രമാണ്. നമ്മൾ എത്തിച്ചേരേണ്ട രാജ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ബെലീസ്. ഇനി നമ്മൾ പ്രബോധനം ചെയ്തിട്ടില്ലാത്ത ഒരു ചെറിയ ദ്വീപ് ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ അവിടെയും പോകണം. Right? Okay then. Assalamu alaikum. ബ്രസീലിൽ നിന്നുള്ള പ്രതിനിധി സംഘവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒരു സംസ്ഥാനത്തെ പാർലമെൻറ്റേറിയൻ പലസ്തീനിലെ സ്ഥിതിയെക്കുറിച്ച് തനിക്ക് ആശങ്കയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പലസ്തീനെക്കുറിച്ച് വളരെ അധികം ആശങ്കയുണ്ട്. പാർലമെൻറ്റിൽ നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ശബ്ദമുയർത്തുന്നുണ്ടോ? പ്രാദേശിക പാർലമെൻറ്റിലും ദേശീയ പാർലമെൻറ്റിലും?
ഞങ്ങളൊരു ന്യൂനപക്ഷമാണ്. പക്ഷേ എന്നെപ്പോലെ തന്നെ പലസ്തീൻ ജനതയ്ക്കൊപ്പം നിലനിൽക്കുന്ന നിരവധി പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ പലസ്തീനികളെ സഹായിക്കാൻ നിങ്ങൾക്ക് ലോബിയിങ് ചെയ്യാൻ കഴിയില്ലേ? ഞങ്ങൾ ജനങ്ങളെ നിരത്തുകയാണ്. ബ്രസീലിയൻ ജനതയ്ക്ക് ചരിത്രത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. പലസ്തീൻ ജനതയ്ക്ക് സഹായം എത്തിക്കാൻ ഞങ്ങൾ സംഘടിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ശരി, അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ ജൽസയെ എങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങൾക്ക് ഇത് ആസ്വാദ്യമായിരുന്നു? അതെ, താങ്കളുടെ പ്രസംഗങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്കൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചു, ലോകരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതിഥികളായി എത്തിയ ഞങ്ങളെ അതിഥികളെ എങ്ങനെ പരിഗണിക്കണം എന്നതിനെപ്പറ്റി താങ്കൾ സംസാരിച്ചു. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അറബ് അഹമ്മദികളുമായുള്ള മുലാഖാത്തിൻ്റെ സമയത്ത് ജൽസയിൽ ആദ്യമായി പങ്കെടുത്തവർക്ക് അവരുടെ വികാരങ്ങൾ പങ്കുവെക്കാൻ അവസരം ലഭിച്ചിരുന്നു. السلام عليكم ورحمة الله وبركاته. كيف كانت الجلسة؟ انطباعاتكم؟ مشاعر متخبطة، مشاعر كتير متلخبطة بصراحة، جميلة. وأول ما شفت حضرة سيدنا أمير المؤمنين أنا اتخضيت، وكان في هيبة وسعادة بصراحة. مشاعر جميلة كتير بصراحة يعني. അതൊരു അത്ഭുതകരമായ അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഹുസൂറിനെ കാണാൻ കഴിഞ്ഞതും ഹുസൂറിൻ്റെ പ്രഭാവലയവും ആത്മീയ പ്രഭയും കാണാൻ കഴിഞ്ഞതും അത് എന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. ഹുസൂറിന് ഒരു ഉപഹാരം നൽകാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. अच्छा ഞാൻ ഈ ബോട്ടിൽ കയറി ഈജിപ്തിലേക്ക് വരണം എന്നാണോ? തീർച്ചയായും ഹുസൂർ, അതാണ് ഞങ്ങളുടെയും ആഗ്രഹം. نتمنى مريبط يا رب. ഇവരുടെ മകൾ ഉറുദുവിൽ ഹുസൂറിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പേര് മറിയം എന്നാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വളരെ സന്തോഷവതിയാണ്. കഴിഞ്ഞ വർഷം ഹുസൂറിനെ കാണാൻ അവസരം ലഭിച്ചത് ഞാനൊരു അനുഗ്രഹമായി കണക്കാക്കുന്നു. അള്ളാഹുവിൻ്റെ മനോഹരമായ എല്ലാ നാമങ്ങളും ഞാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുരുഷ സർവനാമം ഉപയോഗിക്കുന്നതാണ് ഉറുദുവിൽ. और मैं उर्दू सीख रहा हूँ ताकि अगली साल सीख रही हूँ सीख सीख रही हूँ. ഞാൻ പഠിക്കുന്നു എന്നതിൻ്റെ സ്ത്രീ സർവനാമം. രഹാഹൂം എന്നതല്ല, രഹീഹു എന്ന് പറയുക. അതിനാൽ അടുത്ത വർഷം എനിക്ക് ഹുസൂറിനോട് ഉറുദുവിൽ തന്നെ സംസാരിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ശരി, ഇവിടെ വരൂ. ما شاء الله. ये लो بارك الله فيك. السلام عليكم ورحمة الله وبركاته. حفظك الله ورعاك وأعطاك العمر النافع إن شاء الله. أنا سعيد جدا السنة دي بالجلسة، لأن سمعت من الأمير يعني الأمير خطبة جميلة جدا عن التقوى في يوم الجمعة السابقة. هذه الخطبة أتمنى أن يسمعها جميع الرؤساء والملوك والشعوب في جميع العالم كله حتى يتحقق الأمن والسلام للعالم بخير الله سبحانه وتعالى وبركة أستاذنا الفاضل مولانا الأمير. ലോകത്തിലുള്ള എല്ലാ നേതാക്കളും രാജ്യത്തലവന്മാരും ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അഞ്ചാമൻ തിരുമനസ് മുൻപ് ചെയ്ത നീതിയെക്കുറിച്ചുള്ള ഭയഭക്തിയെക്കുറിച്ചുള്ള ആ പ്രഭാഷണം കേൾക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ലോകമെമ്പാടും സമാധാനം സാധിക്കുന്നതായിരിക്കും. അവർ അത് കേൾക്കും, പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കുകയില്ല. USA-യിൽ ദശലക്ഷക്കണക്കിന് അറബികളുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. അവർക്ക് അഹമ്മദിയത്തിന് സന്ദേശം നൽകാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്നാണ് ഹുസൂർ നിർദ്ദേശിക്കുന്നത്. താങ്കൾ സ്വയം തന്നെ ഒരു അറബിയല്ലേ? അറബികളുടെ മനസ്സ് അവരോട് എങ്ങനെ പ്രബോധനം നടത്തണമെന്ന് താങ്കൾക്ക് അറിവുണ്ടായിരിക്കുമല്ലോ. അവരോട് എങ്ങനെ സംസാരിക്കണം, അവരുടെ ഇടയിൽ എങ്ങനെ പ്രബോധനം ചെയ്യാമെന്നതിൻ്റെ വ്യത്യസ്ത രീതികൾ പരിവേഷണം ചെയ്യണം. ഒരു മാർഗം വ്യക്തിപരമായ ബന്ധം വർദ്ധിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ അവരുമായി അടുത്ത ബന്ധം വളർത്തിയെടുക്കുക, ഒരു ടീം രൂപീകരിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഈ വ്യക്തിപരമായ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയും. ഇതിലൂടെ അവർക്ക് നിങ്ങളെ അടുത്തു നിന്ന് കാണാൻ കഴിയും. അപ്പോൾ അവർ ജമാഅത്തിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ഇത് പലതവണ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രസംഗങ്ങളിലും വീണ്ടും വീണ്ടും ഈ കാര്യം ആവർത്തിക്കുന്നു. സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് എല്ലാ ദിശകളിലേക്കും സത്യസന്ദേശം എത്തിക്കുന്നതിന് പുതിയ പുതിയ വഴികൾ തുറക്കണമെന്ന്. അമേരിക്കക്കാർക്ക് സന്ദേശം എത്തിക്കുന്നത് പോലെ തന്നെ അമേരിക്കയിൽ താമസിക്കുന്ന അറബികൾക്കും ശരിയായ ഇസ്ലാമിൻ്റെ, യഥാർത്ഥ ഇസ്ലാമിൻ്റെ, അഹമ്മദിയത്തിൻ്റെ സന്ദേശം എത്തിക്കണം. കാരണം അവർ പേരിന് മാത്രമാണ് മുസ്ലിങ്ങളായുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസിച്ച് വരുന്നതിനാൽ ഇസ്ലാം എന്തെന്ന് അവർ മറന്നുപോയിരിക്കുന്നു. എനിക്കൊരു ചെറിയ ചോദ്യമേ ഉള്ളൂ ഹുസൂർ. വിത്തർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വിത്തർ നമസ്കാരത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഞാൻ വളരെ ശ്രമിച്ചിരുന്നു. എനിക്ക് സാധിക്കുന്നില്ല. വിത്തർ ഒരു സുന്നത്തും നസലുമാണ്.
നിർബന്ധിത പ്രാർത്ഥനകൾക്ക് അള്ളാഹു റക്കാത്തുകളുടെ എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് മഗ്രിബിന് 3 റക്കാത്ത് നിശ്ചയിച്ചതുപോലെ രാത്രിയിലുള്ള അവസാനത്തെ നമസ്കാരം ഒറ്റ സംഖ്യയായി കണക്കുകൂട്ടാൻ വേണ്ടിയാണ് വിത്തർ. നവാഫിലിനും സുന്നത്തിൻ്റെയും ആകത്തുക അത് ഒറ്റ സംഖ്യ ആവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്തർ നമസ്കാരം നിശ്ചയിച്ചു. കൂടാതെ മുസ്ലിങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ വിത്തർ നമസ്കാരത്തിൽ പ്രത്യേകം കുനൂത്ത് ദുആ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിർദ്ദേശിച്ചു. പല വിധമുള്ള ഒരുപാട് ദുആകളും ചൊല്ലാറുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് വിത്തർ അനുഷ്ഠിച്ചിരുന്നത്. ഇക്കാലത്ത് വിത്തർ നിർബന്ധമായും നിസ്കരിക്കേണ്ടതാണ്. ഗിനി ബിസാവിൽ നിന്നുള്ള ഒരു ഡെപ്യൂട്ടി മേയർക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസീനെ കാണാൻ അവസരം ലഭിക്കുകയുണ്ടായി. എനിക്ക് സമാധാനം എന്തെന്ന് കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഇവിടെ സന്നിഹിതരായിരുന്ന ആളുകളുടെ എണ്ണം, സർവശക്തനായ ദൈവത്തിൻ്റെ അസ്തിത്വം ഞാൻ കണ്ടു. ഹുസൂർ തിരുമനസിൻ്റെ സന്ദേശം വളരെ ആഴമേറിയതും സത്യസന്ധവുമായിരുന്നു. Le message de sa sincérité, आपका पैगाम जो प्यारे हुजूर ने दिए c'est profond, बहुत गहरा है c'est vrai, और सच है c'est actuel, और एक्चुअलिटी है. c'est un grand besoin de personnes de pays dans le monde. നിലവിൽ എല്ലാ മനുഷ്യവർഗത്തിനും ഈ സന്ദേശം ആവശ്യമാണ്. നമുക്ക് സർവശക്തനായ ദൈവത്തെ ആവശ്യമാണ്. അഹമ്മദിയ ജമാഅത്ത് അവിടെ കൂടുതൽ വ്യാപിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിന് ഈ സന്ദേശം ഇഷ്ടപ്പെട്ടുവെങ്കിൽ അദ്ദേഹം ഈ സന്ദേശം തൻ്റെ സഹപ്രവർത്തകരായ രാഷ്ട്രീയക്കാരിലേക്കും രാജ്യത്തിൻ്റെ നേതൃത്വവുമായി ബന്ധമുള്ള ആളുകളിലേക്കും അവിടുത്തെ ജനങ്ങളെയും അറിയിക്കണം. നിങ്ങളുടെ നേതാക്കളോടും രാഷ്ട്രീയക്കാരോടും രാജ്യത്തെ ജനങ്ങളെ സത്യസന്ധമായി സേവിക്കാൻ പറയുക. നമ്മുടെ എണ്ണം കുറവാണെങ്കിൽ തന്നെയും അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മിഷൻ ഹൗസുകൾ തുറക്കാനും കൂടുതൽ തബ്ലീഗ് ചെയ്യാനും ഇസ്ലാമിൻ്റെ ശരിയായ അധ്യാപനങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കാനും കഴിയും. നമ്മെ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ആവശ്യമുണ്ടെങ്കിൽ അവരോട് സർക്കാർ തലത്തിൽ നമ്മെ സഹായിക്കാൻ പറയണം. ഞാൻ എൻ്റെ രാജ്യത്തെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണമായ സത്യസന്ധതയോടെയും സേവിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. എന്നിരുന്നാലും എനിക്ക് മുകളിലുള്ള വ്യക്തിയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അദ്ദേഹം പൂർണ്ണമായും സത്യസന്ധതയോടെ സേവനം ചെയ്യുകയും സർവശക്തനായ അള്ളാഹു താൻ ചെയ്യുന്നതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടി സത്യസന്ധമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹു സഹായം നൽകും. കാരണം നിങ്ങൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവൻ കാണും. കബാബീറിൽ നിന്നുള്ള അഹമ്മദികൾക്കും ഹസ്രത്ത് അമീറുൽ മുഅ്മിനീനോടൊപ്പം മുലാഖാത്ത് നടത്താനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. الجلسة صنعت في السماء ونزلت على الأرض. هذا الشعور الذي كان مستحوذ علينا. ജൽസയുടെ സമയത്ത് ജൽസ സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ടു, പിന്നീട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന തോന്നൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇത് തന്നെയാണ് മസീമുദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത്. സർവശക്തനായ അള്ളാഹു പ്രത്യേക സഹായത്താൽ ഈ ജൽസ സ്ഥാപിച്ചു എന്നതാണ്. اتصلوا بي من الذين شاهدوا الMTA بالدول العربية قالوا أن كان شعور خاص وبركات خاصة شعرنا بها. ജൽസയിലും അതിനുശേഷവും എന്നെ ബന്ധപ്പെട്ട ആളുകൾ അവരെല്ലാം അതിൽ പ്രത്യേക അനുഗ്രഹങ്ങളുണ്ടെന്ന് അനുഭവിച്ചതായി പറയുന്നു. ഈ അനുഗ്രഹങ്ങളുടെ ചെറിയ ഭാഗം, ഒരു ചെറിയ അംശം കൊണ്ടെങ്കിലും നിങ്ങളുടെ അയൽക്കാരായ ഇസ്രായേലികൾക്ക് ഗുണമുണ്ടാവട്ടെ. അതിലൂടെ അവർക്ക് യുക്തിബോധത്തോടെ കാര്യങ്ങൾ കാണാനും ഈ ക്രൂരമായ അടിച്ചമർത്തൽ അവസാനിപ്പിക്കാനും അള്ളാഹു സഹായിക്കട്ടെ. ഈ ജൽസയിൽ പങ്കെടുത്തവരിൽ ഒരാൾ, ജൽസയിൽ നമ്മൾ നല്ല ധാർമ്മികതയും ഭക്തിയും കാണിക്കുന്നു, ജൽസയ്ക്ക് ശേഷം ഇതെങ്ങനെ തുടരാമെന്ന് ചോദിക്കുകയും ചെയ്തു. ഇതാണ് ഞാൻ എപ്പോഴും പരാമർശിക്കുന്നത്. ഈ ധാർമ്മികത മറക്കരുതെന്ന്. അതിനായി വേണ്ടത് എല്ലായ്പ്പോഴും ഈ ഗുണങ്ങളെ പ്രാവർത്തികമാക്കുക എന്നതാണ്. ഞാൻ നടത്തിയ ഓരോ പ്രസംഗത്തിലും ഈ വാക്കുകളാണ് ഞാൻ ആവർത്തിച്ചത്. ഇത് താൽക്കാലികമാകരുത്, ശാശ്വതമായിരിക്കണം. നാം ഇതിനായി പരിശ്രമിക്കണം. സർവശക്തനായ ദൈവത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുകയും അത് സ്വീകരിക്കുകയും വേണം. മനുഷ്യന് തെറ്റുകൾ പറ്റാൻ സാധ്യതയുണ്ട്. ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യണം. പിശാചിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം തേടണം. തുടർന്ന് ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം. സർവശക്തനായ അള്ളാഹു നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും കർമ്മങ്ങളും നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഒരാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അപ്പോൾ അയാൾ തെറ്റ് ചെയ്യില്ല.
ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. ഇതിനായി നിരന്തരം ഇസ്തിഗ്ഫാർ ചെയ്യുക. ഹുസൂർ, ഇനി അടുത്ത ചോദ്യം ഖിലാഫത്തുമായുള്ള ബന്ധം എങ്ങനെ ശക്തിപ്പെടുത്താമെന്നതാണ്. പ്രാർത്ഥിക്കുക, നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, അതിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ബയ്യത്തിൽ നമ്മൾ ഈ വാക്കുകൾ ചൊല്ലുന്നു, ബയ്യത്തിൻ്റെ പ്രതിജ്ഞയിൽ ഈ വാക്കുകൾ ചൊല്ലുന്നു, എല്ലാ മാറൂഫായ തീരുമാനങ്ങളും പാലിക്കേണ്ടത് നിർബന്ധമാണെന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുന്നു. ആരോടും മഅറൂഫല്ലാത്ത തീരുമാനങ്ങൾ പാലിക്കാൻ നിർദ്ദേശിക്കുന്നില്ല. അതിനാൽ സ്വയം മനസ്സിലാക്കി ഈ പ്രതിജ്ഞ എടുത്ത ശേഷം ഇതെല്ലാം ഏറ്റുചൊല്ലിയ ശേഷം സർവശക്തനായ അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഓർക്കുക. നാം അവൻ്റെ ഇംഗിതത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്. ദൈവപ്രീതി നേടുന്നതിനായി ഖിലാഫത്തിനോട് സ്നേഹം വളർത്തിയെടുക്കുക. തർബിയത്തിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ലജ്നാംഗം ജമാഅത്ത് അവരിൽ ഏൽപ്പിച്ച ഈ കർത്തവ്യത്തെ സംബന്ധിച്ച് ഒരു ഉപദേശം ആരായുകയുണ്ടായി. ഞാൻ പലതവണയായി ഉപദേശിക്കുന്നു, ഇക്കാര്യം കേൾക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പുതുതായി ഒരു ഉപദേശവും തരാനില്ല. ഞാൻ ഉപദേശിക്കുന്നത് എന്തും എല്ലാവർക്കും ബാധകമാണ്. ഒന്നാമതായി ഒരാൾ സ്വന്തം പ്രവർത്തികൾ പരിഷ്കരിക്കണം, ശരിയല്ലേ? തർബിയത്ത് സെക്രട്ടറി സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകിയ അധ്യാപനങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്നിവയ്ക്ക് അനുസൃതമായി സ്വന്തം പെരുമാറ്റം രൂപപ്പെടുത്തുകയാണെങ്കിൽ അപ്പോൾ മാത്രമേ മറ്റുള്ളവർ അത് പിന്തുടരുകയുള്ളൂ. സ്വന്തം പെരുമാറ്റത്തിലൂടെ ഒരു മാതൃക സൃഷ്ടിക്കുമ്പോൾ പറയുക പോലും ചെയ്യാതെ നീണ്ട പ്രസംഗങ്ങൾ നടത്താതെ സർവശക്തനായ അള്ളാഹു ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതാണ്. അവരുടെ പ്രവൃത്തികളെയും അവരെ തന്നെയും പരിഷ്കരിക്കണം. ജമാഅത്തിന് ഉപയോഗപ്രദമായ വ്യക്തികളായിരിക്കണം. അവർ അവരുടെ പ്രവൃത്തികളെ പരിഷ്കരിക്കുക. ജമാഅത്തിന് നാണക്കേടിന് വഴിയുണ്ടാക്കരുത്. ഇനി ഇതൊരു പൊതുവായ ചോദ്യമാണ്. ഒരാൾ മാസങ്ങളോളമായി ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദുആ ഇനിയും തുടരണോ അതോ ഉപേക്ഷിക്കണോ എന്ന് അയാൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഇനി തുടർന്നും അയാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ളത് ലഭിക്കാൻ തൻ്റെ പ്രാർത്ഥനയെ എങ്ങനെ കൂടുതൽ ശക്തമാക്കാം? സർവശക്തനായ അള്ളാഹു പറയുന്നു, എൻ്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുക. അതിനാൽ അവർ എന്നെ അനുസരിക്കുകയും വേണം, എന്നിൽ വിശ്വസിക്കുകയും വേണം. നിങ്ങൾ എന്നെ അനുസരിക്കുക. നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാണോ അല്ലയോ എന്നതാണ്. നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ പ്രാർത്ഥിക്കുക. പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന ഒരു ഉദാഹരണമുണ്ട്. ഞാനും അത് പലതവണ പരാമർശിച്ചിട്ടുണ്ട്. ഒരിക്കലൊരു പുണ്യാത്മാവ് ചില കാര്യങ്ങൾക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരിക്കലൊരു കാര്യത്തിന് വളരെ കാലം അദ്ദേഹം അതിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന് സർവശക്തനായ അള്ളാഹുവിൽ നിന്ന് മറുപടി ലഭിക്കാറുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു ആ സന്യാസി ദിവ്യൻ പ്രാർത്ഥിച്ചത്. ആ സമയത്ത് സർവശക്തനായ അള്ളാഹു വെളിപാടിലൂടെ അദ്ദേഹത്തിന് ഉത്തരം നൽകി. അപ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി, താങ്കളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ശിഷ്യനും അത് കേട്ടു. ശിഷ്യൻ പറഞ്ഞു, താങ്കൾ ഇത്രയും കാലമായി പ്രാർത്ഥിക്കുന്നു, സർവശക്തനായ അള്ളാഹു അത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? മറുപടിയായി കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ 30 വർഷമായി ഇതുപോലെ പ്രാർത്ഥിക്കുന്നു, അള്ളാഹു ഇതേ മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനിലേക്ക് വീണ്ടും തിരിയുന്നില്ലെങ്കിൽ എവിടെയാണ് ഞാൻ പോകേണ്ടത്? കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു ദിവ്യ സന്ദേശം വീണ്ടും ലഭിച്ചു. ശിഷ്യനും അത് കേട്ടു. കഴിഞ്ഞ 30 വർഷമായി നിങ്ങൾ ചെയ്ത എല്ലാ ദുആകളും സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അള്ളാഹു ഈ പ്രവൃത്തിയിൽ സന്തുഷ്ടനായി. അതിനാൽ പ്രാർത്ഥന തുടരുക എന്നതാണ് നമ്മുടെ കടമ. സർവശക്തനായ അള്ളാഹു അത് എപ്പോൾ സ്വീകരിക്കുമെന്ന് നമുക്കറിയില്ല. അതിനാൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് നിർത്തരുത്. ആദ്യം അവൻ പ്രാർത്ഥനയുടെ നിബന്ധനകൾ നിറവേറ്റിയോ അതോ പ്രാർത്ഥന ഒരു ലൗകിക ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നോ അതോ ഒരാളുടെ വിശ്വാസം മെച്ചപ്പെടുത്താനായിരുന്നോ? ഒരാൾ അവരുടെ ആത്മീയതയുടെയും ധാർമ്മികതയുടെയും പുരോഗതിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്? അല്ലെങ്കിൽ പണം, സ്വത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകം വിവാഹാലോചന, അല്ലെങ്കിൽ ഒരു ഇണ എന്നിവയ്ക്കാണോ പ്രാർത്ഥിച്ചത് എന്നെല്ലാം കണക്കിലെടുക്കണം. സർവശക്തനായ അള്ളാഹുവിനു വേണ്ടി അവന് തൃപ്തി നേടുന്നതിനായി പ്രാർത്ഥിക്കുക. അപ്പോൾ സർവശക്തനായ അള്ളാഹു ഒരാളുടെ ആത്മീയത മെച്ചപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അയാളുടെ ഭൗതിക ആഗ്രഹങ്ങളും നിറവേറ്റുന്നതാണ്. പ്രാർത്ഥിക്കുന്നതിൽ നിന്നും മടങ്ങരുത്. ഇതാണ് നമ്മുടെ കടമ. ഇതല്ലാതെ മറ്റൊന്നുമില്ല. നമുക്ക് തിരിയാൻ മറ്റൊരു ആശ്രയമില്ല. ഉണ്ടോ? വേറെന്തെങ്കിലും ആശ്രയമുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ.
ഒരു ലജ്ന അംഗം പറഞ്ഞു, അവൾ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ അവൾക്ക് ഹിജാബ് ധരിക്കാൻ അനുവാദമില്ല. അതിനാൽ അവൾ തലമറയ്ക്കാൻ ഒരു ഹുഡി ധരിക്കുന്നു. അത് കുഴപ്പമില്ല, അത് എന്തു തന്നെയായാലും തലമറയ്ക്കണം. അവൾ സ്കൂൾ വിട്ടു പോകുമ്പോൾ അവൾക്ക് പർദ്ദ ശരിയായി ധരിക്കാൻ കഴിയും. അവൾ പഠിക്കുന്ന സ്കൂളിൽ അവിടെ നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങളും അച്ചടക്കവും പാലിക്കേണ്ടി വരും. അധ്യാപകർ പ്രധാനമായും പുരുഷന്മാരാണോ അതോ സ്ത്രീകളാണോ? പഠിപ്പിക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളുമാണെന്ന് അവർ പറയുന്നു. സാരമില്ല, അവൾ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ അവൾ യൂണിഫോം ധരിക്കേണ്ടി വരും. അവൾ ശരിയാണ് ചെയ്യുന്നത്. എന്നാൽ അവൾ സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ സ്കൂളിന് പുറത്ത് അവർ നിശ്ചയിച്ച നിയമങ്ങൾക്ക് സാധുതയില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഹിജാബ് ധരിക്കാൻ കഴിയും. സ്കൂളിന് പുറത്ത് ആ യൂണിഫോമിൻ്റെ ആവശ്യമില്ല. സ്കൂളിനുള്ളിൽ ഹിജാബ് ധരിക്കാത്ത നിരവധി പെൺകുട്ടികളുണ്ട്. എന്നാൽ സ്കൂൾ വിട്ടു പോകുമ്പോൾ പർദ്ദ ധരിക്കണം. യഥാർത്ഥ സത്ത ഒരാളുടെ ഹൃദയശുദ്ധിയും പ്രായോഗിക അവസ്ഥയുമാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യങ്ങളും അധ്യാപനങ്ങളും ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന സന്ദേശം മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുന്നു. നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട സന്ദേശമാണിത്. ഒരാൺകുട്ടിക്കും അനുചിതമായ ചിന്തകൾ വളർത്തിയെടുക്കാനും നിങ്ങളെ സ്വാധീനിക്കാനും ധൈര്യമുണ്ടാവരുത്. ഗാസയിലുള്ളവർ അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടുകൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ വിഷമതകൾ പുറത്തുള്ള മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നുവെന്ന് ഒരാൾ പറഞ്ഞു. വിലക്കുകൾ കാരണം ഫലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനോ ഫലസ്തീനികളോടുള്ള പിന്തുണ പ്രകടിപ്പിക്കുന്നതിനോ ആയ വസ്ത്രം ധരിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. പ്രത്യേക വസ്ത്രം ധരിക്കുക എന്നത് പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കുള്ള പിന്തുണ പ്രകടിപ്പിക്കലല്ല. അത് നേടാനുള്ള യഥാർത്ഥ മാർഗം ദുആ ആണ്. നിങ്ങളുടെ പരിചയക്കാർ വഴി അവരുടെ അവകാശങ്ങൾക്കായി പരമാവധി ശബ്ദിക്കുക. അത് ജൂത ജനതയ്ക്കിടയിലായാലും മറ്റുള്ളവരിലിടയിലായാലും. ഇതിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര പരിശ്രമം നടത്തുക. പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ട കാര്യം, ദുആ ആണ് കാര്യം. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ സാഹചര്യങ്ങൾ ലഘൂകരിക്കുന്നതിന് ദൈവത്തിലേക്ക് കഴിയുന്നത്ര തിരിയുക. അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ ദുആ ചെയ്യുക. കഴിയുന്നതെല്ലാം ചെയ്യാനും അള്ളാഹു നമുക്ക് കഴിവ് നൽകട്ടെ. കൊസോവയിൽ നിന്നുള്ള ഒരു പത്രമാധ്യമ പ്രവർത്തകൻ ഉൾപ്പെട്ട ഒരു പ്രതിനിധി സംഘത്തിന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹിനൊപ്പം മുലാഖാത്ത് നടത്താനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. The reporter expressed his sentiments during the mulaqat. ഇപ്പോൾ ജമാഅത്തിനെക്കുറിച്ചുള്ള എൻ്റെ ധാരണ മാറിയിരിക്കുന്നു. ഞാൻ എൻ്റെ സ്വന്തം രാജ്യത്തായിരുന്നപ്പോൾ എൻ്റെ ധാരണ വ്യത്യസ്തമായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിനു ശേഷം ചില ആളുകൾ നിങ്ങളെ വിശേഷിപ്പിച്ചതുപോലെയല്ല നിങ്ങൾ എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാനത് സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ സമാധാനപ്രിയരാണ്. ഏകദേശം 50,000 പേർ ഇവിടെ തടിച്ചുകൂടി. ഒരു തരത്തിലുള്ള കുഴപ്പമോ അസ്വസ്ഥതയോ ഉണ്ടായിരുന്നില്ല. എല്ലാ ക്രമീകരണങ്ങളും താൽക്കാലികമായിരുന്നു. എല്ലാവിധമായ സൗകര്യങ്ങൾ പരിമിതമായിരുന്നു. എങ്കിലും ആളുകൾ വളരെയധികം ക്ഷമ കാണിക്കുകയും എല്ലാ നടപടിക്രമങ്ങളും പ്രഭാഷണങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ ചെറിയൊരു വശം മാത്രം മതി. ഞങ്ങൾ മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് ഇതാണ് ഉത്തരം. വാസ്തവത്തിൽ ഞങ്ങൾ സ്നേഹവും സമാധാനവും പ്രകടിപ്പിക്കുന്ന ഒരു ജനതയാണ്. ഇദ്ദേഹത്തിൻ്റെ മതപശ്ചാത്തലം എന്താണ്? ഇദ്ദേഹം ഒരു മുസ്ലിമാണല്ലേ? അതെ, ശരി, മാഷാ അല്ലാ. ഇതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനം, സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അധ്യാപനം. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചര്യകളും നാം പിന്തുടരണം. യാഥാസ്ഥികരായ മുല്ലാക്കന്മാർ എന്ന് വിളിക്കപ്പെടുന്നവർ ആളുകൾ വിശുദ്ധ ഖുർആനും സുന്നത്തും യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആളുകൾ അവരുടെ തെറ്റായ വീക്ഷണങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു പത്രപ്രവർത്തകനല്ലേ? അതെ ഹുസൂർ. അദ്ദേഹം തിരികെ പോയി ഒരു ലേഖനം എഴുതണം. എന്നിട്ട് ആ മുല്ലാക്കളോട് പറയണം, ഇതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രതിച്ഛായ എന്ന്. അദ്ദേഹം അത് നയതന്ത്രമായ രീതിയിൽ ചെയ്യണം. ഇതിലൂടെ സത്യമായ സന്ദേശം കൈമാറുകയും വേണം. വിശുദ്ധ ഖുർആനിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഏറ്റവും മികച്ച രീതിയിൽ സംസാരിക്കുക. അപ്പോൾ അത് ജനങ്ങളിലേക്ക് ഫലപ്രദമായി എത്തിക്കാനും കഴിയും. പ്രതിനിധികളുമായുള്ള മുലാഖാത്തുകൾ ബുധനാഴ്ചയും തുടർന്നു. ബെനിൻ, ഐവറി കോസ്റ്റ്, ടോഗോ, ബുർക്കിന ഫസോ, സെനഗൾ എന്നിവയുൾപ്പെടെ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള അഹമ്മദി മുസ്ലിങ്ങളുമായുള്ള ഒരു കൂടിക്കാഴ്ചയും ഇതിൽ ഉൾപ്പെടുന്നു. ഹുസൂർ, ഇത് നമ്മുടെ നാഷണൽ സെക്രട്ടറി ലജ്ന സക്കണ്ടെ ആയിഷ സാഹിബയുടെ പിതാവാണ്. അദ്ദേഹം ആദ്യമായാണ് ഇവിടെ വരുന്നത്. അദ്ദേഹം ഒരു അഹമ്മദിയല്ല. ഹുസൂറിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ബയ്യത്ത് ചെയ്തേക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ മകൾ പ്രതീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഉമ്മയും മകളും വളരെ കാലമായി അഹമ്മദികളാണ്. എന്നാൽ അദ്ദേഹം ഇതുവരെ ബയ്യത്ത് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയം ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം ബയ്യത്ത് ചെയ്യുന്നതായിരിക്കും. അതൊരു പ്രശ്നമല്ല. താങ്കൾ ജൽസ കണ്ടുവല്ലോ. ജൽസക്കിടയിലും അവിടെ എന്തെങ്കിലും അനിസ്ലാമികമായ ആചാരങ്ങൾ നിങ്ങൾ കണ്ടോ? ഇല്ല, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു.
മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി നടത്തിയ ഒരു മുലാഖാത്തിൽ ദേശീയ സെക്രട്ടറി ഖിദ്മത്തെ ഖൽക്ക് ലജ്ന ഇമായില്ലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഹസ്രത്ത് അമീറുൽ മുഅ്മിനീൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ആരായാൻ അവർക്ക് അവസരം ലഭിച്ചു. ഞാൻ ആലിയ, ഞാൻ ലജ്ന ഇമായില്ല മലേഷ്യയിലെ അംഗമാണ്. എൻ്റെ ചോദ്യം മലേഷ്യയിൽ തർബിയത്ത് വകുപ്പിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനാണ്. പ്രത്യേകിച്ച് നമുക്കിവിടെ അഭയാർത്ഥികൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ അഭയാർത്ഥികളുടെ എണ്ണം തദ്ദേശീയരെക്കാൾ വളരെ കൂടുതലാണല്ലേ? അതെ ഹുസൂർ. അപ്പോൾ നിങ്ങളൊരു നായിബ് സെക്രട്ടറി തർബിയത്തിനെ നിയമിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സദർ ലജ്നയോട് ചോദിക്കാം, കുടിയേറ്റക്കാർ, അഭയാർത്ഥികൾ, അവർക്ക് വേണ്ടി ഒരു നായിബ് സെക്രട്ടറി തർബിയത്തിനെ നിയമിക്കണം. മതത്തെക്കുറിച്ച് അറിവുള്ളവരും ഉത്തരവാദിത്വ ബോധവും ഗൗരവമുള്ള ഒരാളെ കണ്ടെത്തി അവരെ നായിബ് സെക്രട്ടറി തർബിയത്തായിട്ട് നിയമിക്കുക. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അഹമ്മദി മുസ്ലിങ്ങളുമായും അനഹമ്മദികളുമായും നടത്തിയ മുലാഖാത്തുകളുടെയും ചർച്ചകളുടെയും ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹസ്രത്ത് അമീറുൽ മുഅ്മിനീനുമായി മുലാഖാത്തുകൾ നടത്താൻ നിരവധി പ്രതിനിധി സംഘങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. हम मिलेंगे उसे एक दिन रूबरू, हम मिलेंगे उसे चश्मे नम बावुजू, हम मिलेंगे उसे चश्मे नम बावुजू, हम मिलेंगे उसे. കഴിഞ്ഞ ആഴ്ചയിലെ പ്രിയപ്പെട്ട ഹുസൂറിൻ്റെ സവിശേഷമായ പ്രധാനപ്പെട്ട പരിപാടികളുടെ സംഗ്രഹമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇനി നമ്മുടെ അവസാന ഇനമായ വെള്ളിയാഴ്ച ജുമാ ഖുത്ബയുടെ സംഗ്രഹത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ ജുമാ ഖുത്ബയിൽ ഹുസൂർ അയ്യദുല്ലാഹു തആല ജൽസ സലാന UK വിജയത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ പ്രതിഫലനങ്ങളെപ്പറ്റി വിശദീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജൽസ സലാന UK സമാപിക്കുകയുണ്ടായി. ഈ 3 ദിവസങ്ങളിൽ അള്ളാഹു നമുക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകി. ജൽസയെ എല്ലാവിധത്തിലും അനുഗ്രഹീതമാക്കി. ജൽസയെ വിജയകരമാക്കിക്കൊണ്ട് ഒരു സമാപനത്തിലേക്ക് നയിച്ചു എന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കാലാവസ്ഥയും നമുക്ക് അനുകൂലമായിരുന്നു. എല്ലാ പരിപാടികളും മികച്ച രീതിയിൽ നടന്നു. ജൽസയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഹൃദയങ്ങളെ സർവശക്തനായ അള്ളാഹു കൂടുതൽ തുറക്കട്ടെ. ജനങ്ങൾ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഈ കാലഘട്ടത്തിൻ്റെ ഇമാമിനെ സ്വീകരിക്കാനും തയ്യാറാകട്ടെ. പുതുതായി പയ്യത്ത് ചെയ്ത് നമ്മിൽ ചേർന്നവരുടെ വിശ്വാസത്തിലും ആത്മാർത്ഥതയിലും അവൻ തുടർന്നും വർധനവ് വരുത്തട്ടെ. അതുപോലെ ഓരോ അഹമ്മദിക്കും അവർ പങ്കെടുക്കുകയും കേൾക്കുകയും ചെയ്ത ഈ ജൽസയുടെ പരിപാടികൾക്കനുസൃതമായി അവർക്ക് പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുകയും അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യട്ടെ. ഈ ഭൗതിക ലോകത്തിന് മേൽ അവരുടെ വിശ്വാസത്തിന് അവർ മുൻതൂക്കം നൽകട്ടെ. ഇതിനായുള്ള അഭിനിവേശം എപ്പോഴും നിലനിൽക്കുമാറാകട്ടെ. എല്ലാ അഹമ്മദികളും ജൽസയുടെ അനുഗ്രഹങ്ങളിൽ നിന്ന് എപ്പോഴും പ്രയോജനം നേടട്ടെ. അവർ തങ്ങളെയും അവരുടെ ചുറ്റുപാടുകളെയും പരിഷ്കരിക്കാൻ പരമാവധി ശ്രമിക്കട്ടെ. ആമീൻ.